ഹലോ ഫ്രണ്ട്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മൾക്കിപ്പോൾ ഇന്ന് വളരെ സന്തോഷകരമായിട്ടൊരു ദിവസമാണ്. കാരണം ഇന്ന് പറയാൻ പറ്റില്ല, കാരണം ടുഡേ ഈസ് 19, യെസ്റ്റർഡേ വാസ് 18 ഒക്ടോബർ ആൻഡ് 18-ാം തീയതി ഒക്ടോബറിൽ നമ്മുടെ ചാനൽ ആദ്യമായി 100 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഓക്കെ, എനിക്കൊന്ന് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് വന്നത്. ബട്ട് ഇതൊരു വലിയ കാര്യമൊന്നുമല്ല, പക്ഷേ എനിക്ക് ഇതൊരു വലിയ കാര്യമാണ്. കാരണം എനിക്കൊരു നല്ല ചാനൽ പണ്ടുണ്ടായിരുന്നു, അത് ബട്ട് ഡ്യൂ ടു സം ഇഷ്യൂസ് അത് പൂട്ടിപ്പോയി. ഓക്കെ, സോ അതിനുശേഷം ഞാൻ ഒരുപാട് ചാനലുകൾ ഉണ്ടാക്കി, പക്ഷെ അതിനൊന്നും എനിക്ക് വേണ്ടത്ര റീച്ച് കിട്ടിയില്ല. ഈ ചാനലിലും കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വലിയ റീച്ചൊന്നുമില്ല. എന്നാലും ഐ ആം ട്രൈയിങ് ടു മേക്ക് സം റീച്ചസ് ആൻഡ് ഐ ആം ട്രൈയിങ് ടു വർക്ക് ഹാർഡ് ഓൺ ദിസ് ചാനൽ സോ ദാറ്റ് സം ഡേ ഐ വിൽ ഗെറ്റ് എ സക്സസ്. ഒരു ക്ഷമയുണ്ട്, ആ ക്ഷമയിൽ കൂടി നമ്മൾ നല്ല കണ്ടൻറ്റ്സ് ആൾക്കാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, കാരണം ഓൾറെഡി നല്ല കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്, അവരുമായിട്ടൊക്കെ കോമ്പറ്റ് ചെയ്ത് ബെറ്റർ കണ്ടൻറ്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാനും ബെറ്റർ കാര്യങ്ങൾ നമ്മൾ അറിയിക്കാനും ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, സോ നമ്മുടെ ക്ലയൻസിന് നമ്മളിന്ന് ലെവൽസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിനിയും ഞാൻ കൊടുത്തു എന്ന് വിശ്വാസമില്ല എങ്കിൽ വാട്സാപ്പ് വെബിൽ കയറിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, കാരണം ലോഗൗട്ടായിപ്പോൾ ഇനിയിപ്പോൾ ലോഗിൻ ചെയ്യാൻ വയ്യ. കാരണം ഞാൻ എൻ്റെ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നത് എൻ്റെ ഫോണിൽ കൂടിയാണ്. ഞാനിപ്പോൾ ഇതുമായി ലോഗിൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കട്ടായി പോകും. അത് കാരണം ഞാനത് കാണിക്കുന്നില്ല. ഓക്കെ, ബട്ട് ഞാനത് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് ഇതാ ഞാൻ ക്ലയൻസിന് എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട്. അപ്പോൾ ഇന്നലെ നമ്മൾക്ക് ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലേ, നമുക്ക് കച്ചവടം ചെയ്യാൻ ലക്ഷങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്ഷൻ ബയേഴ്സിന്. ഇന്ന് ആ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ്. ചിലപ്പം ഇത് ഇവിടെ നിൽക്കും, കാരണം ഞാൻ ഈ അക്കൗണ്ടിൽ കുറച്ചുകൂടി ക്യാഷ് ആഡ് ചെയ്യാൻ പോവാണ്. കാരണം ഇത് ഞാൻ ജസ്റ്റ് ഒരു ട്രയലിന് വേണ്ടി കാണിച്ചു തന്നതാണ്. ഈ ഒരു അക്കൗണ്ടിലാണ് ഞാൻ ഹീറോ സീറോ ട്രേഡും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ജസ്റ്റ് ഒരു റഫ് അക്കൗണ്ടാണ്. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ക്യാഷ് ആഡ് ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ളത് എൻ്റെ പേഴ്സണൽ സ്പേസിലേക്ക് മാറും. ഇതിപ്പോൾ എൻ്റെ ഒരു നിങ്ങളെ കാണിക്കാൻ വേണ്ട, അതായത് കാര്യങ്ങൾ ഇത്ര നോളജ് ഉണ്ടെങ്കിൽ ഇത്ര കാര്യങ്ങൾ സംഭവിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു അക്കൗണ്ട് ചെയ്തത്. ഇതിൽ ഫണ്ട്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതെൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ്, ഇതിൻ്റെ പേഴ്സണൽ സ്പേസാണ്. ഐ വിൽ നോട്ട് ഷെയർ, ബിക്കോസ് ഷെയർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ കണ്ട് വിശ്വസിച്ച ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാർ നമ്മുടെ വർക്ക് കണ്ടിട്ട് നമ്മളെ ജഡ്ജ് ചെയ്തോട്ടെ ഇനി. ഓക്കെ, PNL അങ്ങനെ കാണിക്കാൻ എനിക്ക് പൊതുവെ താല്പര്യമില്ല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ടെന്ന് കൂട്ടിക്കോ, കണ്ണ് കിട്ടും അങ്ങനെയൊക്കെ. കാരണം ലോസ് ഉള്ള ആൾക്കാരുണ്ട്. ഏകദേശം 100 പേരെ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 96 ആൾക്കാരും ലോസിലാണ്. അപ്പോൾ ഈ 96 ആൾക്കാരിൽ കണ്ണ് വെക്കുന്ന ഒരു 10% ആൾക്കാരുണ്ടെങ്കിൽ തന്നെ ഇതൊക്കെ ഒരു സൂപ്പർസ്റ്റിഷനാണ്. ബട്ട് സ്റ്റിൽ ടു സം എക്സ്റ്റെൻറ്റ് വി ഹാവ് ടു ബിലീവ് ദീസ് തിങ്സ് അല്ലേ. കണ്ടും ദോഷം കാര്യങ്ങളൊക്കെ നിങ്ങൾ ബിലീവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്യാപിറ്റൽ 8,000. ഇന്നലത്തെ നമ്മുടെ ക്യാപിറ്റൽ 4,000 കൂടി നമ്മൾ 1,300 ജനറേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ 6,000 കൂടി നമ്മൾ 2,400 ജനറേറ്റ് ചെയ്തു. ഇതായിരുന്നു ഇന്നത്തെ സ്റ്റോറി. അപ്പോൾ അതെല്ലാം കൂടി വന്നിട്ട് ഇപ്പോഴത്തെ നമ്മുടെ അവൈലബിൾ മാർജിൻ എന്ന് പറയുമ്പോഴേക്കും 8,056 ആണ്. ഈ 8,056 നമ്മൾ ഇന്ന് ട്രേഡ് ചെയ്ത് കിട്ടിയ പ്രോഫിറ്റാണ് 2,085. ഓക്കെ, ഏകദേശം 8,000-ൻ്റെ 10% എന്ന് പറയുമ്പോഴേക്കും എത്ര രൂപയാണ്? 800 രൂപ അല്ലേ. അപ്പോൾ 800 1,600, അപ്പോൾ 20% നമുക്ക് ഏകദേശം 24% പ്രോഫിറ്റ് ഒരു ദിവസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതേപോലെ സമാധാനമായിട്ടും സന്തോഷമായിട്ടും ഒരു 10-20 ദിവസം ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര രൂപയായി? 40,000-40,000 രൂപ നമ്മുടെ അക്കൗണ്ടിലോട്ടായി. ഇനിയും 40,000 നമ്മുടെ വലിയ ക്യാപിറ്റലാണ്. ആ 40,000 വരുമ്പോഴേക്കും നമുക്കൊരു കൂടുതൽ റിസ്ക് എടുത്ത് നമുക്ക് പ്രോഫിറ്റ് കൂട്ടി അക്കൗണ്ട് 10 ലക്ഷം ആക്കാം, 5 ലക്ഷം ആക്കാം, 16 ലക്ഷം ആക്കാം, അങ്ങനെ ആക്കി നമുക്ക് പോകാൻ പറ്റും അല്ലേ. പക്ഷേ യു നീഡ് കൺസിസ്റ്റൻസിക്ക് വേണ്ടി നിങ്ങൾക്ക് നോളജ് വേണം. നോളജ് വേണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ പഠിക്കണം. അത് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോയി പഠിക്കുക. ഓക്കെ, അപ്പോൾ കാര്യങ്ങളൊക്കെ പോസിബിൾ ആണെന്നുള്ള കാര്യം ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ലൈവ് എക്സാമ്പിളായിട്ടുണ്ട്. 8,000 റുപ്പീസ് ഇന്നലെ കാണിച്ച എത്ര? 6,000 റുപ്പീസ്, അതുപോലെ തന്നെ 4,000 റുപ്പീസ്, 2,000 റുപ്പീസിൽ നിങ്ങൾക്ക് ചെയ്യാം.
ഇന്നത്തെ മാർക്കറ്റ് ഞാൻ പറഞ്ഞല്ലോ ഒരു സൈഡ് വൈസ് ഒരു പൊട്ട മാർക്കറ്റാണ് നിങ്ങൾക്ക് മുമ്പിൽ കാണാം. നമ്മൾ ട്രേഡ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റിയിലുമാണ്. ഓക്കെ, എന്ത് ബോറിങ് മാർക്കറ്റാണ്. ആ ബോറിങ് മാർക്കറ്റിലാണ് നമ്മൾ ഈ ഒരു പ്രോഫിറ്റ് എടുത്തിരിക്കുന്നത്, അതും ഇത്രയും കുറഞ്ഞ ക്യാപിറ്റലിൽ. സോ നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു അക്കൗണ്ടിൽ ട്രേഡ് ചെയ്യുന്ന പോലെ എൻ്റെ ബാക്കിയുള്ള ഫയേഴ്സിലെ ഏഞ്ചൽ ബ്രോക്കിങ്ങിലെ അക്കൗണ്ടിൽ ഞാൻ ട്രേഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടി എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ഞാനും ആദ്യ കാല സമയങ്ങളിൽ എനിക്കും നല്ല ലോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ അക്കൗണ്ടും 2-3 വട്ടത്തോളം അതിൽ കൂടുതൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിൽ കൂടുതൽ അക്കൗണ്ട് കാലിയായിട്ടുണ്ട്. ബട്ട് എക്സ്പീരിയൻസ് അതേപോലെ തന്നെ ഫെയിലിയേഴ്സ് ഇതെല്ലാം കൂടി ചവിട്ടി കയറിയാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു പൊസിഷനിൽ ഞാൻ നിൽക്കുന്നത്. ഇന്ന് കുറച്ച് ആൾക്കാരെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റുന്നത്, ഇന്ന് ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്, ഇന്ന് ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത്, ഞാൻ മൂലം ബാക്കിയുള്ള ആൾക്കാർക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്, ഇതെല്ലാം നോളജ് വന്നേ പിന്നാണ്. അറിവ് അല്ലേ, അറിവ് വന്നേ പിന്നാണ് ഇത്രയും ഒരു ഓഡിയൻസിൽ വന്ന ഒരു ഫീൽഡിൽ വന്നിട്ട് ഇത്ര ആൾക്കാരെ നമ്മളെ ട്രസ്റ്റ് ചെയ്യിപ്പിച്ച് അവരെ കൂടെ കൊണ്ടുപോവുകയും അതൊക്കെ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അറിവുള്ളത് കൊണ്ട് മാത്രമാണ്. ടു ബി ഫ്രാങ്ക്, എനിക്ക് വലിയ കഴിവൊന്നുമില്ലാത്ത വ്യക്തിയാണ്. എനിക്ക് സംസാരിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു വ്യക്തിയാണ്. ഞാനാണിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുന്നത് ജസ്റ്റ് ബിക്കോസ് ഓഫ് നോളജ്. കാരണം നോളജ് ഉണ്ടെങ്കിൽ നമ്മളെ ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല. വി ഹാവ് സെൽഫ് കോൺഫിഡൻസ്. ഇഫ് യു ഹാവ് എ നോളജ്, നമുക്കൊരു ധൈര്യമുണ്ട് എവിടെ പോയി കഴിഞ്ഞാലും നമ്മുടെ അറിവ് കൊണ്ട് നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുമെന്ന്. സോ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യം, നിങ്ങൾ അറിവ് നേടുക. ബാക്കിയുള്ള അറിവുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പോസിബിളാണ്. അതേപോലെ തന്നെ ദൈവത്തിൻ്റെ ഭയവും. നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും, രാവിലെ ട്രേഡ് ചെയ്യുമ്പോഴും ദൈവത്തെ വിളിക്കുക, സ്റ്റാർട്ട് ചെയ്യുക. ബാക്കിയുള്ള നമ്മൾ ചെയ്യാനുള്ള കാര്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യം ദൈവം നോക്കിക്കോളും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ വ്യൂസ്, ഒപ്പീനിയൻ എന്താണോ അത് കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.